ഭാഗം 3. ഭൂമിയിൽ ലൂസിഫറിന്റെയും ദൂതന്റെയും പ്രവർത്തനങ്ങൾ. ഭൂമിയിൽ 4 പിശാചുക്കളും അവരുടെ സൈന്യവും എത്തി. ദിവസങ്ങളോളം അവർ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പിശാചുക്കളെല്ലാം ആവേശിക്കാൻ ഒരു മനുഷ്യനെ തെരഞ്ഞുകൊണ്ടിരുന്നു. അവർ പ്രതികാരഭാവമുള്ള പല മനുഷ്യരെയും കണ്ടെങ്കിലും അവർ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പ്രാപ്തനായ ഒരുവനായിരുന്നില്ല. ഒരു ദിവസം അവർ ഒരു മനുഷ്യനെ കണ്ടു. മനുഷ്യരോട് മുഴുവൻ വെറുപ്പുള്ളവൻ, പ്രതികാരദാഹമുള്ളവൻ. അവനെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവൻ വിശ്വസിച്ചവരെല്ലാം അവനെ വഞ്ചിച്ചു. അവന്റെ സമ്പത്തെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. അവന്റെ സ്വന്തക്കാർ എല്ലാം അവനെ ഉപേക്ഷിച്ചു. അവന് ലോകത്തോട് മുഴുവൻ വെറുപ്പ് തോന്നി. അവൻ തെരുവിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ ഒന്നാം പിശാച് പറഞ്ഞു, അതാ ഒരു മനുഷ്യൻ, അവന് ലോകത്തോട് മുഴുവൻ പ്രതികാരദാഹമുണ്ട്. അപ്പോൾ രണ്ടാം പിശാച് പറഞ്ഞു, ആ മനുഷ്യന്റെ ശരീരം നോക്കൂ, ആ മനുഷ്യന് 70 വയസ്സെങ്കിലും പ്രായം കാണും. നമ്മൾ 40,000 പിശാചുക്കളുമായി ആ മനുഷ്യനിൽ പ്രവേശിച്ചാൽ നമുക്ക് വലിയ പ്രയോജനമില്ല. മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി കൂടുതലും മോശമാവുകയും ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തേക്കാം. നമുക്ക് വേണ്ടത് ലോകത്തോട് മുഴുവൻ വെറുപ്പുള്ള ഒരു മനുഷ്യനെ എന്നതുപോലെ തന്നെ ആരോഗ്യവാനായ ഒരുവനെയുമാണ്. 4 പിശാചുക്കളും അവരുടെ സൈന്യവും വീണ്ടും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരുന്നു. പ്രതികാരദാഹിയായ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ കണ്ടെത്താൻ അവർ ഭൂമിയിൽ മുഴുവൻ അലഞ്ഞു. അവർ വീണ്ടും ഒരു മനുഷ്യനെ കണ്ടെത്തി. ഒരു യുവാവ് അവനെയും സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയവനായിരുന്നു. വിശപ്പ് മാറ്റാൻ ആഹാരം മോഷ്ടിച്ചതിന്റെ പേരിൽ സമൂഹം കല്ലെറിഞ്ഞവൻ, ഒറ്റപ്പെട്ടവൻ, കള്ളനെന്ന് പേരുള്ളവൻ. അവനെ ആരും വിശ്വസിച്ചില്ല. അവനും തെരുവിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. മനുഷ്യർ അവനെ കള്ളൻ എന്ന് വിളിച്ചു കളിയാക്കി. മൂന്നാം പിശാചു പറഞ്ഞു, നമുക്ക് അവനിലേക്ക് പ്രവേശിച്ചാലോ? അവന്റെ മനസ്സിൽ സമൂഹത്തോട് മുഴുവൻ വെറുപ്പുണ്ട്, അവന് ആരോഗ്യവുമുണ്ട്. രണ്ടാം പിശാചു പറഞ്ഞു, അവന് സമൂഹത്തോട് മുഴുവൻ വെറുപ്പുണ്ടെന്നത് ശരി തന്നെ, അവന് ആരോഗ്യവുമുണ്ട്. എന്നാൽ അവന് യൗവനം ഇനിയും ബാക്കിയുണ്ട്. അവന് പ്രതികാര ബുദ്ധിയുണ്ടെങ്കിലും അവൻ ആ പ്രതികാര ബുദ്ധിയിൽ ഉറച്ചിട്ടില്ല. എവിടെ നിന്നെങ്കിലും ഇത്തിരി സ്നേഹം ലഭിച്ചാൽ ചിലപ്പോൾ നമുക്ക് അവന്റെ ശരീരം ഉപകാരപ്പെടാതെ വരും. നമുക്ക് വേണ്ടത് പ്രതികാര ചിന്തയിൽ ഉറച്ച മനസ്ഥിതിയുള്ള ഒരു മനുഷ്യനെയാണ്. അവൻ സ്നേഹിക്കപ്പെട്ടാലും അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അധംപതിച്ച മനുഷ്യനായിരിക്കണം. അവന് ഒരു തരി സ്നേഹം പോലും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയവൻ ആയിരിക്കണം. അതേസമയം ലോകത്തോട് മുഴുവൻ പ്രതികാരദാഹിയായിരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യവാനും ആയിരിക്കണം. വീണ്ടും ആ 4 പിശാചുക്കളും അവരുടെ 40,000 വരുന്ന സൈന്യവും ഭൂമിയെ ചുറ്റി. അവർക്ക് കൂട്ടമായി കയറിപ്പറ്റാൻ കഴിയുന്ന ഒരു മനുഷ്യനെ തേടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവർ ഒരു മനുഷ്യനെ കണ്ടെത്തി. ഒരു ഗുഹക്കകത്ത് പേടിച്ചു വിറച്ച് മനുഷ്യരോട് മുഴുവനും വെറുപ്പുമായി ഒരുവൻ ഇരിക്കുന്നു. യൗവനം നഷ്ടപ്പെട്ടു പോയവൻ, സമൂഹം മുഴുവൻ ഉപേക്ഷിച്ചു കളഞ്ഞവൻ, അപ്പനില്ലാതെ വളർന്നവൻ. സമൂഹം മുഴുവൻ അവനെ വഴിവെക്കിൽ വളർന്ന പുൽക്കൊടി എന്ന് വിളിച്ച് കളിയാക്കി. സത്യസന്ധൻ ആയിരുന്നെങ്കിലും ബുദ്ധിശാലി ആയിരുന്നെങ്കിലും സമൂഹം അവഗണിച്ചു കളഞ്ഞവൻ. ദൈവപുത്രന്റെ സുവിശേഷമോ സ്നേഹമോ അറിയാതെ പോയവൻ. സ്നേഹത്തിന്റെ ഒരു തരി പോലും അവനിനി ഭൂമിയിൽ നിന്നും കിട്ടാനില്ല. അഥവാ ഇനി കിട്ടിയാൽ അവന് അത് സ്വീകരിക്കാൻ കഴിയുകയുമില്ല. അത്രമാത്രം അധംപതിച്ചു പോയവൻ, ലോകത്തോട് മുഴുവൻ വെറുപ്പുള്ളവൻ, ഭൂമിയെ ചുട്ടുചാമ്പലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചവൻ. ആരോഗ്യവാൻ, മനസ്സും ബുദ്ധിയും ഉറച്ചവൻ, കണ്ണുകളിൽ പ്രതികാരം തുളുമ്പുന്നവൻ, 40 വയസ്സ് പ്രായമുള്ളവൻ, യൗവനത്തിനും വാർദ്ധക്യത്തിനും ഇടയ്ക്ക്. പിശാചിനു വേണ്ടി പ്രവർത്തിക്കാൻ അവന് ഇനിയും സമയമുണ്ട്. രണ്ടാം പിശാച് പറഞ്ഞു, ഇവൻ തന്നെ നമ്മൾ തേടിക്കൊണ്ടിരുന്ന മനുഷ്യൻ. പിശാചുക്കൾ 4 പേരും അവരുടെ സൈന്യവും ഒന്നിച്ചു. അവരെല്ലാവരും ചേർന്ന് ഒരു അതിശക്തമായ ദുരാത്മാവായി മാറി. ആ മനുഷ്യനിൽ പ്രവേശിക്കാൻ തയ്യാറായി. ദുരാത്മാവ് അവൻ പേടിച്ചിരിക്കുന്ന ഗുഹയുടെ അടുത്തു വന്നു. ഉള്ളിൽ പ്രവേശിച്ചു. അവനെ കണ്ടു. അവനോട് ദുരാത്മാവ് ചോദിച്ചു, നിന്റെ പേര് എന്താണ്? അവൻ മറുപടി പറഞ്ഞു, മലേക്യൻ. നിങ്ങൾ ആരാണ്? മലേക്യൻ തിരിച്ചു ചോദിച്ചു, ഭൂമിയിലെ മനുഷ്യരോട് മുഴുവൻ പ്രതികാരം ചെയ്യാൻ നിന്നെ സഹായിക്കാൻ വന്ന ദുരാത്മാവാണ് ഞാൻ. ഇന്നു മുതൽ നീ വെറും മലേക്യനല്ല, ലൂസിഫറിന്റെ ദൂതനായ മലേക്യൻ എന്ന് അറിയപ്പെടും. മലേക്യൻ ദുരാത്മാവിനോട് പറഞ്ഞു, എന്നിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ എന്നെ സഹായിച്ചാലും. ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. അവന്റെ ശരീരം വിറങ്ങലിച്ചു. അവന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ആരോ തന്നെ പിടിച്ചു ഞെരിക്കുന്നത് പോലെ അവനെ തോന്നി. അവൻ അസ്വസ്ഥനായി ബോധം കെട്ടുവീണു. കുറച്ചു കഴിഞ്ഞു കണ്ണു തുറന്നു. അവന്റെ മുഖത്തിന്റെ എല്ലാ ഐശ്വര്യവും കെട്ടുപോയിരുന്നു. അവൻ പനി പിടിച്ചവനെ പോലെയായി. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഒരു പുതപ്പിനടിയിൽ പേടിച്ചു കിടന്നു. തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവന് ധാരണയില്ലായിരുന്നു. അവന്റെ ബുദ്ധിയിൽ പിശാചുക്കൾ പ്രവർത്തനമാരംഭിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. മലേക്യൻ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ പഴയതുപോലെയല്ല. അവൻ പിച്ചും പേയും പറയുന്നത് പോലെ മനുഷ്യർക്ക് തോന്നി. അവർ പലരും പറഞ്ഞു, മലേക്യന് പ്രാന്തായി. മറ്റു പലരും പറഞ്ഞു, മലേക്യന് പിശാച് ബാധയാണ്. എന്നാൽ മലേക്യൻ പറഞ്ഞു, എനിക്ക് ദർശനമുണ്ടായി. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകദൈവമായ ലൂസിഫറിൽ നിന്ന് എനിക്ക് ദർശനമുണ്ടായി. ലൂസിഫറിന്റെ ദൂതൻ എന്നോട് സംസാരിച്ചു. എന്നാൽ ആരും അവനെ വിശ്വസിച്ചില്ല. അവൻ പലരോടും പറഞ്ഞു നടന്നു.
തനിക്ക് പ്രപഞ്ച സൃഷ്ടാവായ ലൂസിഫറിൽ നിന്നും ഒരു ദൂതൻ മുഖേന ദർശനമുണ്ടായെന്നും മനുഷ്യരെ നേരായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും അതനുസരിച്ച് മനുഷ്യർ ജീവിക്കണമെന്നും അവൻ പറഞ്ഞു. മലൈക്യൻ ഉച്ചത്തിൽ മനുഷ്യരോട് വിളിച്ചു പറഞ്ഞു, ലൂസിഫർ മാത്രമാണ് ദൈവമെന്നും ലൂസിഫർ അല്ലാതെ വേറെ ദൈവമില്ലെന്നും മലൈക്യൻ എന്ന താൻ ലൂസിഫറിന്റെ ദൂതനാണെന്നും അവൻ വിളിച്ചു പറഞ്ഞു. മനുഷ്യർ അവനെ വിശ്വസിക്കാൻ മടി കാണിച്ചു. കാരണം അവൻ മറ്റു പ്രവാചകന്മാരെ പോലെ മനുഷ്യർക്ക് വേണ്ടി ഒരു നന്മ പ്രവൃത്തിയോ അത്ഭുതമോ ചെയ്തില്ല. തന്നെയുമല്ല, അവന്റെ ശബ്ദം ഭീഷണിയുടേതായിരുന്നു. അവൻ വിശിഷ്ടമായ ഒരു ആശയത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുകയല്ല ചെയ്തത്, മറിച്ച് മനുഷ്യരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ലൂസിഫർ ദൈവമാണെന്നും താൻ ലൂസിഫറിന്റെ ദൂതനുമാണെന്ന് പറയുകയുമായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യരെല്ലാം അവനിൽ നിന്നും ഒഴിഞ്ഞുമാറി. തന്നെ ആരും പ്രവാചകനോ ദൂതനോ ആയി അംഗീകരിക്കുന്നില്ലെന്ന് മലൈക്യന് മനസ്സിലായി. അവന് ദേഷ്യവും അമർഷവും ഉണ്ടായി. അവന്റെ ഉള്ളിലുള്ള ദുരാത്മാവ് അവനോട് പറഞ്ഞു, മനുഷ്യരോട് നല്ല നിലയിൽ നീ ലൂസിഫറിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കില്ല. അവരുടെ തലകൾ ലൂസിഫറിന് മുന്നിൽ കുമ്പിടണമെങ്കിൽ വാളുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തണം. ലൂസിഫറിന് മുന്നിൽ കുമ്പിടാത്ത തലകൾ വെട്ടപ്പെടുമെന്ന് കണ്ടാൽ അവർ ഭയക്കും. അവർ ലൂസിഫറിന് മുന്നിൽ കുമ്പിടും. അതിന് നീ ആദ്യമേ നിന്നെപ്പോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ കൂട്ടി ഒരു സംഘമുണ്ടാക്കണം. ആദ്യം മനുഷ്യരെ കൊള്ളയടിച്ച് പണം സമ്പാദിക്കണം, ആയുധം സമ്പാദിക്കണം. പിന്നീട് മനുഷ്യരെ കൊണ്ട് ലൂസിഫറിന് മുന്നിൽ തലകുനിപ്പിക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. മലൈക്യന് ദുരാത്മാവ് ഉള്ളിലിരുന്ന് മന്ത്രിച്ചത് മനസ്സിലായി. മലൈക്യൻ തന്നെ പോലെ മനുഷ്യരോട് വെറുപ്പുള്ളവരെ ഒന്നിച്ചുകൂട്ടി ഒരു സംഘമുണ്ടാക്കി. വഴിയാത്രക്കാരെയും കച്ചവടക്കാരെയും കൊള്ളയടിക്കാൻ തുടങ്ങി. രാത്രിയിൽ കച്ചവട സംഘങ്ങൾ പോകുമ്പോൾ മലൈക്യനും അനുയായികളും പാർത്തിരുന്നു. അവരുടെ മേൽ ചാടി വീഴുകയും ലൂസിഫർ മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് വാളുകൊണ്ട് അവരെ കൊല്ലുകയും അവരുടെ സമ്പത്ത് അപഹരിക്കുകയും ചെയ്യുന്നത് പതിവാക്കി. അങ്ങനെ മലൈക്യനും സംഘവും സമ്പന്നരായി. മലൈക്യൻ താൻ ചെയ്തുകൊണ്ടിരുന്ന കൊള്ളയും കൊലയും ന്യായീകരിക്കാൻ അതിനൊരു പേരിട്ടു, ലൂസിഫർ എന്ന ദൈവത്തിനു വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധം. ദിവസങ്ങൾ കടന്നുപോകും തോറും മലൈക്യന്റെ കൊള്ളസംഘം വലുതായിക്കൊണ്ടിരുന്നു. കൊള്ളസംഘം വലുതാകുന്നതിന്റെ കാരണം സ്വാർത്ഥരായ അനാഥരായ മനുഷ്യരുടെ ലഭ്യതയായിരുന്നു. ജീവിതത്തിലൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ചെറുപ്പക്കാർക്ക് ചെന്ന് കയറാൻ പറ്റിയ ഒരിടമായി മലൈക്യന്റെ കൊള്ളസംഘം മാറിക്കഴിഞ്ഞിരുന്നു. മലൈക്യനും സംഘവും വലിയ കൊള്ളകൾക്ക് പദ്ധതിയിടാൻ തുടങ്ങി. ആദ്യമാദ്യം അപരിചിതരായ വഴിയാത്രക്കാരെയും കച്ചവടക്കാരെയും കൊള്ളയടിച്ചിരുന്ന അവർ പിന്നീട് ചുറ്റുമുള്ള നാട്ടുരാജ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. മലൈക്യന്റെ സംഘം വലുതാവുന്നതനുസരിച്ച് മലൈക്യന്റെ ഉള്ളിലുള്ള ദുരാത്മാവ് അവർക്ക് നിയമങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അവർ കൂട്ടമായി പിശാചായ ലൂസിഫറിന് മുന്നിൽ കുമ്പിടാൻ തുടങ്ങി. മലൈക്യന്റെ സംഘം പലപ്പോഴും ലൂസിഫറിനെ ആരാധിക്കാൻ സമയം മാറ്റിവെച്ചു. ദിവസവും പുലർച്ചെ ലൂസിഫർ മാത്രമാണ് ദൈവമെന്നും ലൂസിഫറിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും മലൈക്യൻ ലൂസിഫറിന്റെ ദൂതനാണെന്നും അവരിൽ ഒരാൾ വിളിച്ചു പറയുമായിരുന്നു. ലൂസിഫർ മതം ഭൂമിയിൽ വളരാൻ തുടങ്ങി. ലൂസിഫറിന്റെ മതം വളർന്നത് യുദ്ധങ്ങൾ കൊണ്ടാണ്. ലൂസിഫർ മതത്തിലുള്ളവർക്ക് നിർബന്ധിത കൽപ്പന നൽകപ്പെട്ടിരുന്നു, ലൂസിഫറിനെ ആരാധിക്കാത്തവരോട് നിരന്തരമായി യുദ്ധം ചെയ്യാൻ. അതനുസരിച്ച് ലൂസിഫറിന്റെ അടിമകളായി മാറിക്കൊണ്ടിരുന്ന മലൈക്യന്റെ സംഘം മുഴുവൻ മറ്റു മതവിഭാഗങ്ങളോട് രൂക്ഷമായി പെരുമാറാനും അവരുടെ സമ്പത്ത് തന്ത്രപൂർവ്വം കൈകലാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ചെറിയ മതവിഭാഗങ്ങളെ ലൂസിഫർ മതത്തിലുള്ളവർ പെട്ടെന്ന് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എന്നാൽ തങ്ങൾക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത മതവിഭാഗങ്ങളോട് ലൂസിഫറിന്റെ മതത്തിലെ അടിമകൾ തന്ത്രപൂർവ്വം പെരുമാറി. അവരോട് മതസൗഹാർദ്ദം പറയുകയും സാമ്പത്തിക മേഖലകളിലും കച്ചവടങ്ങളിലും തൊഴിലിലും ലൂസിഫറിനെ ആരാധിക്കുന്നവരെ തെരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ ഒഴിവാക്കുകയും ചെയ്തു. ലൂസിഫറിനെ ആരാധിക്കുന്നവർ തന്ത്രശാലികളായിരുന്നു. പിശാച് അനേകം തന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു. തങ്ങളുടെ ആളുകളെ തിരിച്ചറിയാൻ ലൂസിഫർ ആരാധകർ അവരുടെ വസ്ത്രധാരണ രീതി മാറ്റി. സാധാരണക്കാർ ധരിക്കുന്നതിന് എതിരായി അവർ വസ്ത്രം ധരിച്ചു. തമ്മിൽ തിരിച്ചറിയാൻ അവർ പരസ്പരം കാണുമ്പോൾ ലൂസിഫർ സമാധാനം ആശംസിക്കുന്നു. അവരുടെ നെറ്റിയിൽ പിശാചിനെ വണങ്ങുന്നതിന്റെ അടയാളമുണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ ആളുകളെ തിരിച്ചറിഞ്ഞ് കച്ചവടം ചെയ്തു. ലൂസിഫറിനെ ആരാധിക്കുന്നവരുടെ ഉൽപ്പന്നങ്ങളിലും ഭക്ഷണ സാധനങ്ങളിലും അവർ ലൂസിഫർ ചിഹ്നം പതിച്ചു. ജനങ്ങളെ മതസൗഹാർദ്ദം പറഞ്ഞു വഞ്ചിച്ചും യുദ്ധം ചെയ്തും തന്ത്രപരമായി കച്ചവടങ്ങൾ ചെയ്തും സ്വന്തം സ്ത്രീകളെ മൂടിവെച്ച് മറ്റു സ്ത്രീകളെ വശീകരിച്ചും ലൂസിഫർ മതം ഭൂമിയിൽ വളർന്നു. മലൈക്യൻ യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുത്ത വസ്തുക്കളുടെ കൂടെ മറ്റുള്ളവരുടെ ഭാര്യമാരെയും പിടിച്ചെടുത്തിരുന്നു. അവൻ തനിക്കിഷ്ടപ്പെട്ടവരെയെല്ലാം തന്റെ ഭാര്യമാരാക്കി. കൂടാതെ അടിമ സ്ത്രീകളാക്കുകയും ഭോഗിക്കുകയും ചെയ്തു. പല രാജാക്കന്മാരും മലൈക്യനെ ഭയന്ന് തങ്ങളുടെ രാജ്യത്തോട് യുദ്ധത്തിന് വരാതിരിക്കാൻ, തങ്ങളുടെ രാജ്യം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി സുന്ദരികളായ സ്ത്രീകളെ കണ്ടുപിടിച്ച് മലൈക്യന് മുന്നിൽ കാഴ്ചവെച്ചു. മലൈക്യൻ ലൂസിഫറിന്റെ പേരിൽ തനിക്ക് വേണ്ടിയും വചനങ്ങളുണ്ടാക്കി. തന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് അനേക സ്ത്രീകളെ ഭോഗിക്കുന്നതിനു വേണ്ടി മലൈക്യൻ ലൂസിഫറിന്റെ പേരിൽ തനിക്ക് അനുവദിച്ചിട്ടുള്ള സ്ത്രീകളുടെ കണക്ക് പറഞ്ഞു. അതിൽ ഭാര്യമാരാകുന്നവരെയും അടിമകളാക്കി ഉപയോഗിക്കാവുന്നവരെയും ശരീരം ദാനം ചെയ്യുന്നവരെയും കുറിച്ചുണ്ടായിരുന്നു. മലൈക്യൻ തന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് കൊള്ളയടിച്ചും ആളുകളെ കൊന്ന് അവരുടെ സ്ത്രീകളെ ഭോഗിച്ചും മറ്റു ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും അപമാനിച്ചും ചവിട്ടിമെതിച്ചും ജീവിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മലൈക്യൻ മരിച്ചു.
മലേക്യൻ മരിച്ചെങ്കിലും മലേക്യനിലെ ദുരാത്മാവ് മലേക്യന്റെ സംഘത്തിലെ ആളുകളിലൂടെ കൈമാറിക്കൊണ്ടിരുന്നു. മലേക്യന്റെ മരണശേഷം അവന്റെ സംസ്കാരത്തിന് മുമ്പേ തന്നെ മലേക്യന്റെ സംഘത്തിലെ ആളുകൾ പരസ്പരം ചേരിതിരിഞ്ഞ് അധികാരത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മലേക്യന്റെ ശരീരം ദുർഗന്ധം കാരണം എടുത്തുമാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ മരിച്ചിടത്തു തന്നെ കുഴിച്ചിട്ടു. മലേക്യൻ ദുരാത്മാവ് വഴി പറഞ്ഞ സ്വാർത്ഥതയുടെയും അക്രമത്തിന്റെയും കൊള്ളയുടെയും ജഡികമോഹങ്ങളുടെയും വചനങ്ങൾ അവർ ഒരു പുസ്തകത്തിൽ എഴുതി ചേർത്തു. പിശാച് മുഖേന എഴുതപ്പെട്ട വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഗ്രന്ഥം ലൂസിഫർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്നും ഇറക്കിയ പ്രപഞ്ച സൃഷ്ടാവായ ലൂസിഫറിന്റെ ഗ്രന്ഥമായിരുന്നു. അവർ അതിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിച്ചു. തുടരും.